കാരുണ്യ പദ്ധതിയെ ദയാവധം ചെയ്യാനുള്ള നീക്കം അപലപനീയമാണ്. ആരോഗ്യമന്ത്രി അതിന് കാരണമായി പറയുന്നത് ഫണ്ടില്ലെന്നാണ്. UDF സർക്കാർ കാരുണ്യക്ക് ഫണ്ട് കണ്ടെത്താനായി തുടങ്ങിയതാണ് കാരുണ്യ ലോട്ടറി. ആ ലോട്ടറി ഇപ്പോഴുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഫണ്ട് ഇല്ലാതാകുന്നത്? സീരിയലിനെ തോൽപ്പിക്കണ കഥകളാ ഓരോരുത്തന്മാരെ എഴുതി പിടിപ്പിക്കണം. പേപ്പർ വായിച്ച് തീർന്നെങ്കിൽ നീ പോയി എനിക്കൊരു ഇത്തിരി തൈലം വാങ്ങിച്ചോണ്ട് പോവാ. ദേഹം മുഴുവനും എന്തോ ഒരു വല്ലാത്ത വേദന. അയ്യോ എന്നാ. ഓ പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഉണ്ടോ? ഓ ഞാൻ വാങ്ങിച്ചോളാം. കണ്ട പിന്നെ മറന്നുപോയി എന്നൊന്നും പറയരുത്. എനിക്ക് ദേഹം വലിയ വേദനയുണ്ട്. ഇല്ലെന്ന്. അല്ല അയ്യോ ഇത് ഇതിനകത്തിരിക്കുകയായിരുന്ന കണ്ട നോക്കിയാണ്. ഇതിലെന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ നോക്കിയാണ്. എന്റെ അമ്മ എന്ത് കാര്യത്തിനാണ് ഈ ലോട്ടറി എടുത്തോണ്ടിരിക്കണത്? എടാ എനിക്ക് വേണമെന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ആ കൈ വയ്യാത്ത ചെറുക്കനുണ്ടല്ലോ, എന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോഴും അമ്പലത്തിന് തടയിൽ കാണും. അമ്മ ഒരു ഭാഗ്യക്കുറിയുടെ അമ്മ ഒരു ഭാഗ്യക്കുറിയുടെ അമ്മ. ഇത് കേട്ട് ഞാൻ മടുത്ത്. എന്നാ 10 രൂപ കൊടുക്കാന്ന് വെച്ചാൽ അവൻ വാങ്ങിക്കുമോ? അതുമില്ല, അവൻ അങ്ങനെ ആരെയൊന്നും ചുമ്മാ പൈസ വാങ്ങിക്കത്തില്ല. എന്നാ ഒന്ന് എടുത്ത് കളയാന്ന് വിചാരിച്ച് അവൻ തീർത്ത് പറഞ്ഞു അമ്മച്ചിക്ക് നല്ല എന്നാ പിന്നെ ഒന്ന് എടുത്ത് കളയാം. നിർമ്മൽ 1 സമ്മാനം 1 കോടി അമ്മ. KC എന്നെ ചില്ല 1 കോടി ഇല്ല. ഇനി 2 സമ്മാനം 5 ലക്ഷം രൂപ. 5 ലക്ഷം ഇല്ല ആ സീരീസേ ഇല്ല. 5 ലക്ഷം ഇല്ല. ഇനി 3 സമ്മാനം 1 ലക്ഷം രൂപ. അത് 3, 3, 6, 3, 9 പേർക്കുണ്ടമ്മ. അതിലപ്പോ അമ്മയുടെ സീരീസ് വരണത് നോക്കണം. നമ്മുടെ സീരീസ് വരുന്നത് KC 510 2 8 281. അമ്മ എന്തിനാണമ്മ വെറുതെ ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് പൈസ കളയുന്നത്? ഓരോ കുപ്പി ചവനപ്രാശം വാങ്ങി കഴിച്ചാൽ അത് ശരീരത്തിൽ പിടിക്കുമല്ലോ. 50 രൂപ തന്നെ പോയെങ്കിൽ അങ്ങ് പോട്ടെ. നീ നല്ലവരൊന്നും അതിലൊന്നും ഒന്നുമില്ല. നീ ഒന്നുകൂടെ നോക്ക്. എനിക്കൊരു സംശയം ഉണ്ടല്ലോ. ഇല്ലമ്മ അതിലൊന്നും ഒന്നും ഇല്ലെന്ന്. എന്തായാലും കിട്ടാത്തത് നന്നായി. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പേരിലായിരിക്കും നിങ്ങൾ തമ്മിൽ തല്ലി ചാവാൻ പോണത്. എന്തായാലും പോയത് ഞാൻ ഇല്ലെന്ന് മനസ്സിലായി. ഇവിടെ നല്ല കാലത്തെ നന്നായിട്ട് തൂത്തുവാരി ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. ആ പെണ്ണ് പാവം ജബറാക്കുന്ന ക്രമമില്ലേ. തൈലം വെച്ചിട്ട് എന്തായാലും മറക്കല്ലേ. എന്റെ പൈസ ഞാൻ തന്നിട്ടില്ല. നീ മറവിക്കാരനാണ്. പറഞ്ഞല്ലേ? ശരി ശരി. അമ്മക്ക് ലോട്ടറി അടിച്ചു. 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന്. മാറ്റിയിട്. സമയം കളയാൻ വേണ്ടിട്ട് എന്ത് ഭ്രാന്തേട്ടാ. 1 ലക്ഷം രൂപ. ലക്ഷം. 1 ലക്ഷം? 1 ലക്ഷം കണ്ടോളൂ. മുരളി ഒരു ടിക്കറ്റ് എടുക്കണം സാറേ. രാവിലെ എന്നെ തന്നെ ബലിയാടാക്കണം അല്ലേ? വേറെ ആരും കിട്ടിയില്ല. എടാ ഇന്നേ വരെ നിന്റെ ഒരു ടിക്കറ്റ് എനിക്ക് അടിച്ചിട്ടില്ല. സാറിന് അടിച്ചിട്ടില്ലെങ്കിൽ എത്രയോ പേർക്ക് അടിക്കും സാറേ. ഇന്നത്തെ ടിക്കറ്റ് അടിച്ചത് സാറിന്റെ കുടുംബത്തിലാണ്. അല്ലേ എൻ്റെ കുടുംബമൊക്കെ അങ്ങ് പാലായിലാണ് കിടക്കണം. അവിടുന്ന് ആരും വന്ന് നിന്റെ ടിക്കറ്റ് എടുക്കാൻ? സാറിന്റെ ഇവിടുത്തെ കുടുംബത്തില്. അതാർക്ക്? കനക സാറിന്റെ അമ്മയ്ക്ക്. ഏയ് ഞാൻ വേണമെങ്കിൽ നിന്റെ ഒരു ടിക്കറ്റ് എടുക്കാം. അതിനു വേണ്ടി നീ ഇങ്ങനെ അത്രയ്ക്കും കൂടെ തള്ളണ്ട കേട്ടോ. ഞാൻ എന്തിനാണ് സാറിന്റെ കള്ളത്തരം പറയുന്നത്? ഇപ്പൊ വന്ന് കനക സാർ ഒന്ന് ടിക്കറ്റ് ഒന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളു. എത്ര രൂപ അടിച്ചു? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ അടിച്ചാ? ഞാൻ എന്തിനാണ് സാറേ കള്ളത്തരം പറയുന്നത്? സത്യമാണോടെ? സാറ് നാളത്തെ ഒരു ടിക്കറ്റ് എടുക്കട്ടെ സാറേ. എന്തായാലും ഇന്നിപ്പോൾ അടിച്ചിരിക്കുകയല്ലേ, നാളത്തെ കാര്യം നമുക്ക് നാളെ ആലോചിക്കാം. നീ ചെല്ല് ചെല്ല് ചെല്ല്. ഹലോ. കനകളിയോ? എന്താളിയാ? ഒന്നുമില്ല, ഞാനൊരു ചെറിയ വിവരം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. അളിയൻ്റെ അമ്മയ്ക്ക്. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി?
ഇല്ല ഒന്നും സംഭവിച്ചില്ല. അമ്മയ്ക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചതായിട്ട് വല്ല ആളെ അറിഞ്ഞായിരുന്നു? ഇല്ല, അമ്മയ്ക്ക് ലോട്ടറി അടിച്ചില്ലല്ലോ. ഇല്ലേ? ഇല്ല, അളിയൻ അങ്ങനെ എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടല്ലോ, അറിഞ്ഞോ? അളിയ, ഇത് ആരാ നിന്നോട് ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞത്? അല്ലളിയ, ഞാൻ വഴിക്ക് വെച്ച് നമ്മളാ ടിക്കറ്റ് വെക്കണ മുരളിയൊക്കെ ഉണ്ട്. അവനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് 1 ലക്ഷം രൂപ അമ്മയ്ക്ക് അടിച്ചെന്ന്. നിനക്ക് കഴിഞ്ഞ ആഴ്ച 25,000 രൂപ ലോട്ടറി അടിച്ചിരുന്നോ? ഇല്ല. അപ്പൊ അവൻ എന്നോട് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച നിനക്ക് 25,000 രൂപ ലോട്ടറി അടിച്ചെന്ന്. ഓ അല്ല, അപ്പോൾ അമ്മക്ക് പൈസ ഒന്നും അടിച്ചില്ലല്ലേ? എന്റെ പൊന്നളിയ, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പല നുണകളും പറയും. അങ്ങനെ നിന്നെ പറ്റിച്ചതാണ്. അല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. അല്ല, അളിയും അങ്ങനെ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഞാൻ ഒന്നും അറിഞ്ഞില്ല. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മക്ക് പൈസ ഒന്നും അടിച്ചില്ലല്ലേ? എന്റെ അളിയ, അമ്മ ടിക്കറ്റ് എടുത്തു എന്നുള്ളത് ശരിയാണ്. ഞാൻ രാവിലെ അത് നോക്കുകയും ചെയ്തു. അതിൽ പ്രൈസ് ഒന്നുമില്ല. നിനക്ക് അത്രയും സംശയം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ ചുരുട്ടി കൂട്ടിയുടെ മുറ്റത്തിട്ടിട്ടുണ്ട്, വേണേ പോയി നോക്ക്. അല്ല, ഞാൻ അതെ, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. അല്ലേ, അതെ. ഹലോ. ഓ ഹലോ. എന്താ ഫാസിലേ, ഈ ലോട്ടറി അടിച്ച കാര്യം ഇപ്പോൾ അളിയൻ അറിഞ്ഞല്ലോ. അറിഞ്ഞാ? ഓ, വലിയ ആസാമിയുണ്ട് ഇവൻ. ഞാൻ പൈസ അടിച്ചു മാറ്റാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കും. നീയല്ലേ ഇപ്പൊ അവനോട് പറഞ്ഞത് ടിക്കറ്റ് ചുറ്റിക്കൂട്ടി മുറ്റത്തിട്ടുണ്ടെന്ന്? പക്ഷെ ടിക്കറ്റ് എന്റെ പോക്കറ്റിലല്ലേ? നിന്റെ പോക്കറ്റിലുണ്ട്. അവൻ അവിടെ ചെന്ന് നോക്കൂല്ലേ ടിക്കറ്റ്? അതിനെന്ത് ചെയ്യുന്നു? ടിക്കറ്റ് ഇതാ. ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു പഴയ ടിക്കറ്റ് ഒപ്പിച്ചിട്ടേ അവിടെ കൊണ്ടുപോയി ചുറ്റിക്കൂട്ടിയിടാ. ആ മന്ദപ്പന അത് കൊടുത്തിട്ട് പോയിക്കോളും. ഇത് കിട്ടും. പഴയ ടിക്കറ്റ് കൊടുത്ത് കിട്ടും. ഇത് കിട്ടും. ഇതിന്റെ അടിക്കാത്ത ടിക്കറ്റ് ഉണ്ടാവും. നീ വാ അവന് 10 പൈസ കൊടുക്കേണ്ടത്. ഞാൻ ഒപ്പിച്ചു തരാം. എത്ര വേണം? നമുക്ക് പകുതി വിഹിതം കിട്ടാനുള്ളതാ, 50,000 രൂപ. നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ വരെ പോയിട്ട് അവിടെ ഈ ലോട്ടറി അടിച്ചതിൻ്റെ വല്ല സംസാരമോ അതിൻ്റെ വല്ല വിശേഷമോ ഉണ്ടോന്നൊന്ന് അന്വേഷിക്കുക. അമ്മയോട് ചോദിച്ചു നോക്കാം. അമ്മയോട് ചോദിക്കാനല്ല, രഹസ്യമായിട്ട് പോയി അന്വേഷിക്കണം. ആണോ? എടി ഇപ്പൊ പോവാനല്ല, അവിടെ രഹസ്യമായിട്ട് പോയി അന്വേഷിക്കാൻ. എനിക്ക് വിറക്കിനെ വിളിച്ചോ. നമുക്ക് കിട്ടേണ്ടതാ അതിന്റെ ഒരു ഓഹരി. നീ രഹസ്യമായിട്ട് പോയി അന്വേഷിക്കണം. പിന്നെ പറഞ്ഞിരിക്കാം. ഞാൻ വെച്ച് ഞാൻ സമ്മതിക്കില്ല. എന്തോ നാടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? പാതി അവക്ക് കൊടുക്കണ്ടേ? ഇനി അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഇനി കിട്ടുമ്പോ കൊടുക്കാന്ന്. ഇനി എന്ന് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാ ഇത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇതേന്ന് പകുതി കൊടുക്കലും നടക്കില്ല. നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നടി? ഇവിടെ എന്തുണ്ടെങ്കിലും പാതി അവക്ക് കൊടുക്കുന്നതല്ലേ. ഇതൊന്ന് ഭാര്യമൊക്കെ കൊടുക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഇടി എന്ത് കിട്ടിയാലും പാതി ഞാൻ അവക്ക് കൊടുക്കുന്നതല്ലേ. അപ്പൊ അവക്ക് കൊടുക്കാതിരുന്നാൽ എങ്ങനെയാ? അമ്മ അതുപോലെയാണോ ഇത്? പിന്നെ ഇതിപ്പോ കൊടുക്കാൻ മാത്രമൊന്നും ഇല്ല. ഇതിപ്പോ ഇവിടെ തന്നെ തികയോന്ന് അറിയാതിരിക്കുമ്പോഴാ. നിനക്ക് അത്രയ്ക്കങ്ങ് അത്യാഗ്രഹമാണ്. എല്ലാം കൂടെ മൂടോടെ വിഴുങ്ങണം അല്ലേ നിനക്ക്? എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു ക്ലീറ്റസിന് ഇത് അറിഞ്ഞാൽ മതി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, അവൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ എന്നെ വിളിച്ചേക്കരുത്. തമ്മിലടിച്ച് ചത്തോളണം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാണ്. ഞാൻ വന്ന് ഓരോന്ന് ഒത്തുതീർപ്പാക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇനി വരത്തു. അമ്മ അങ്ങേർക്ക് വഴക്കിടാൻ വലിയ കാര്യമൊന്നും വേണ്ട. അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് പൊക്കോളും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലോട്ടറി അടിച്ച് ഒറ്റക്കടിച്ചു വേണ്ടിയുള്ള പരിപാടിയൊന്നും നടക്കൂലടി. കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കണ്ട. ഒരിത്തിരി ചക്കയല്ലേ. അമ്മയ്ക്ക് ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ഇത് ഞാൻ കറി ഉണ്ടാക്കും. അതിന്ന് 2 സ്പൂൺ അവിടെ കൊണ്ട് കൊടുത്തു. അതിൽ കൂടുതൽ ഞാൻ തരില്ല. 2 സ്പൂണാ? വല്ലാതെ അതും തന്നെ. അമ്മ ഈ പകുതി കൊടുക്കണം എന്ന് പറഞ്ഞ് കുറെ നേരമായല്ലോ. ഈ ചക്കയിൽ എന്തുണ്ട് ഇനി പകുതി കൊടുക്കാൻ? ആരും ഇച്ചിരി കോളല്ലേ ഉള്ളൂ. എനിക്ക് കരകേട്ടും ചക്ക ഭയങ്കര ഇഷ്ടമാണ്.